പിള്ളക്കച്ചേട്ടോ, കൊച്ചേട്ടൻ തന്നെയല്ല ഇപ്പോഴും ഈ ഗതാഗത മന്ത്രി? അതോ ഇനി അമ്മച്ചി ആക്കിയോ? അമ്മച്ചി റോഡിലിറങ്ങി സജീവമായിട്ട് നിയന്ത്രണങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളതാണ് നമുക്ക് കേൾക്കുന്ന കരക്കമ്പി കേട്ടോ. നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ നാട്ടുകാരാരണ്ടൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ കൊച്ചേട്ടൻ എന്നാ ശരിക്കും വിചാരിക്കുന്നത്? അതായത് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇനി പണി അറിയാൻ മേല എന്നാണോ, അതോ അമ്മച്ചിക്ക് അവരെക്കാൾ കൂടുതൽ പണി അറിയാമെന്നാണോ? എന്നാണേലും ഈ അന്ന് തിരിച്ചുപോയ സ്കൂട്ടറുകാരന്മാരെ പോലെ അല്ലായിരിക്കും കേട്ടോ ഈ ഇപ്പോഴത്തെ ഈ പിള്ളേര്. ഇവന്മാര് ഈ ഈ സാധനം കൊണ്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ വിമാനം പോകുന്ന സ്പീഡിലാണ് പോകുന്നത്. അതുപോലെ എങ്ങാനും ഫുട്പാത്തിൽ വന്ന് അമ്മച്ചി ഇടിച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഗതാഗത കൊച്ചേട്ടനും ഒക്കെ സജീവമായിട്ടുണ്ടാകണം കേട്ടോ. അല്ല, ഞാനേ എൻ്റെ അഭിപ്രായത്തിൽ അമ്മച്ചി ഇതുപോലെ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു 4 ദിവസം കൊണ്ടായിട്ട് KSRTC തന്നെ ഇപ്പം 3 ദിവസമായിട്ട് KSRTC തന്നെ യാത്ര. ഫുൾ KSRTC ബുക്കിംഗ്, KSRTC ബുക്കിംഗ്, KSRTC റിപ്പീറ്റ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ മിണ്ടുകയല്ലോ. കാരണം നമ്മൾ വണ്ടിക്കകത്തിരിക്കുന്നത് സമയത്ത് എത്തുക എന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യമായതുകൊണ്ട് നമ്മളിപ്പോൾ റോങ് സൈഡിൽ പോയാലും വേറെ വണ്ടി ഇടിക്കാൻ പോയാലും നമ്മൾ മിണ്ടുകയല്ല. പക്ഷേ എങ്കിലുണ്ടല്ലോ, ഇവന്മാരൊക്കെ റോങ് സൈഡിലാണ് പോകുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ ആണ്, സൂപ്പർ ഫാസ്റ്റ് ആണ്, സംഭവമൊക്കെ ശരിയാ. ചുമ്മാ റോങ് സൈഡ് അങ്ങ് കയറി പോവാ. എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, ഈ അമ്മച്ചിയോടും കൂടെ പറയുക, അതായത് ഇങ്ങനെ റോങ് സൈഡിൽ പോകുന്ന KSRTC ബസ് ഉണ്ട്, അമ്മച്ചി ഒരു ചൂരലുമായിട്ട് വഴി ഇറങ്ങി നിന്നിട്ടേ ഇതങ്ങ് തടയാൻ പറ. അപ്പം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുകയല്ലേ? എങ്ങനെയുണ്ട്? നമ്മൾ ഈ അനാവശ്യമായിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുക, ഒരാളെ അങ്ങോട്ട്, പ്രത്യേകിച്ച് ഈ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. അതായത് ഏതെങ്കിലും അവർ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഈ പുള്ളിക്കാരത്ത് റോഡിലിറങ്ങി ട്രാഫിക്കിനിടയ്ക്ക് കയറി നിന്ന് ബഹളം വെച്ചാലോ, ഈ ട്രാഫിക് പോലീസിന് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാലോ എന്താ സംഭവിക്കുക? ഒരു തവണ പൊന്നാട അണിയിച്ചു, അഭിനന്ദിച്ചു, മീഡിയ ഒക്കെ എടുത്തു. എപ്പോഴും ഇതിങ്ങനെ ഇനി കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണ്ട. അല്ലാതെ ഈ പൊന്നാടയണിയിലും എന്തോ അനുമോദനവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇത് നാളെ പബ്ലിക്കിന് റോഡിൽ കൂടെ ആർക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാലോ. പിന്നെ എല്ലാവരും ഈ നിയമവും കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെയാണല്ലോ വണ്ടി ഓടിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം പഠിപ്പിക്കേണ്ട ഈ ഡ്രൈവർമാരെ, അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ, പോലീസിന്റെ, വെഹിക്കിളിന്റെ ഡ്രൈവർമാരെയാ. തോന്നുമ്പം 30 കിലോമീറ്റർ സ്പീഡിൽ ആരെങ്കിലും മുന്നിൽ കയറാൻ സമ്മതിക്കാതെ റോഡിന്റെ നടുക്കൂടെ പോവുക, റോഡിന്റെ നടുക്കൊണ്ട് ചവിട്ടി നിർത്തിയിട്ട് ആൾക്കാരോട് സംസാരിക്കുക. ഇതൊക്കെ ഇവിടെ തന്നെ നമ്മളും കാശ് മുടക്കിയിട്ടില്ലേ ഈ കോപ്പും കൊണ്ട് ഇറങ്ങുന്നത്. അപ്പൊ അതൊക്കെ ആദ്യം പഠിപ്പിക്കുക. എന്നിട്ട് ഇമാരെ അമ്മച്ചിമാരെയൊക്കെ റോഡിലിറക്കി സജീവമായിട്ട് നിയന്ത്രിക്കാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ നിയന്ത്രിപ്പിക്കുക കേട്ടോ.